ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കടയ്ക്ക് 25 ലക്ഷമാണ് അന്ന് തന്നതെങ്കിൽ ഇന്ന് 50 ലക്ഷം തരാമെന്ന് സുശീല രഘുവിന് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ സംസാരിക്കാനില്ല, എന്തായാലും ഞങ്ങൾ അനുപമയുടെ അടുത്തോട്ട് പോവാണ്, അവിടെ വെച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അനുപമയുടെ സാന്നിധ്യത്തിലാവാം, ഇപ്പോൾ നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞ് രഘു അകത്തോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ ഇപ്പുറത്ത് അമ്പിളിയോട് പറഞ്ഞതേ, അമ്പിളി അന്ന് 25 ലക്ഷത്തിനാണ് തന്നതെങ്കിൽ ഇന്ന് അതിൽ എക്സ്ട്രാ 25 കിട്ടുന്നുണ്ട്. ആ 25 ലക്ഷം നിന്റെ മകള് ആണല്ലോ ലക്ഷ്മി, അവളുടെ പേര് സേവ് ചെയ്തൂടെ, അതെങ്കിലും ചെയ്തൂടെ? എന്ത് ചെയ്യാനാ ആന്റി, നീ നിന്റെ മകളെ കുറിച്ച് ഓർക്കണം. അത് കേൾക്കുന്ന അമ്പിളി ഇങ്ങനെ സുശീലയ്ക്കൊപ്പം ചായുന്നത് കാണുമ്പോൾ സുശീല അതിമെ പിടിച്ച് തൂങ്ങേട്ടാ. അമ്പിളി, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഒരുപാടൊക്കെ രഘുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന രഘുവേട്ടന്, പക്ഷെ അങ്ങേരുടെ തലയിൽ കയറില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ആന്റി അകത്തോട്ട് വാ, അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി, അപ്പോൾ രഘു എന്നെ വഴക്കറിയില്ല. അതൊന്നുമില്ല, ഇങ്ങോട്ടേക്ക് പോരെ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നും പറഞ്ഞ് രഘുവിനെ വില കൊടുക്കാതെ അമ്പിളി അകത്തോട്ട് സുശീലയെ വിളിച്ചു കൊണ്ടുപോകണേട്ടാ. പിന്നീടാണെങ്കിൽ സത്യനെയാണ് കാണിക്കുന്നത്. സത്യൻ തൻ്റെ ഭാര്യ പ്രതിഭയെ വീട്ടിലോട്ട് കൊണ്ടുവിടുകയാണ്. അപ്പൊ എന്താ മോളെ നീ വിളിച്ചിട്ട് വരാഞ്ഞത് എന്ന് സുധൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതിഭയുടെ അമ്മയോട് പറയുന്നുണ്ട്, നിനക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ മോള്? അപ്പോൾ ഉടൻ തന്നെ സത്യം പറയാം, ആർക്കും വിളിച്ച് പറഞ്ഞിട്ടില്ല, ഇവൾക്ക് ഇവളുടെ അച്ഛനമ്മമാരുടെ കൂടെ 2 ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ കൊടുന്നാക്കി. ആഹാ, എന്താ എൻ്റെ മോൾക്ക് ഇപ്പൊ അച്ഛനമ്മമാരെ കാണാൻ ആഗ്രഹം? അപ്പോൾ ഉടൻ തന്നെ സത്യം പറയാണ്, അവരുടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അച്ഛനമ്മമാരെയും കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും വേണ്ടല്ലോ, കാണാൻ തോന്നി കൊടുന്നാക്കി, അത്ര തന്നെ. അപ്പൊ സത്യം കയറുന്നില്ല, കയറുന്നില്ല, എനിക്ക് തിരക്കുണ്ട്, എന്നാ വൈകിട്ട് വരുമോ? നോക്കാം. അതെന്താ സത്യം, നീയും ഒരുമാതിരി ഒഴിഞ്ഞു പോകുന്നത് പോലെ? അങ്ങനെയൊന്നുമില്ല, വൈകിട്ട് വരാൻ നോക്കാം എന്നും പറയുകയാണ് കേട്ടോ. പിന്നീട് പ്രതിഭ അവിടെ നിൽക്കുന്നില്ല, പ്രതിഭയുടെ മുഖം നല്ലവണ്ണം കെട്ടിയിരിക്കുന്നു. പ്രതിഭ അകത്തോട്ട് കയറി പോവാണ്. ഇത് കാണുന്ന സുധനോട് പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് സുധനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇല്ല ഇനി മിണ്ടാതിരുന്നേ. അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മ പ്രതിഭയുടെ അടുത്തോട്ട് ചെല്ലാണ്. എന്നിട്ട് പറയണത്, ഞാനൊരു കാര്യം പറയട്ടെ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. എന്തുണ്ടായി എന്ന് അമ്മ പറയുന്നത്, അല്ല നിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടേടി? എന്ത് പ്രശ്നം? നീ വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി വന്നിരിക്കുന്നത്? സത്യന്റെ മുഖത്തൊരു ചമ്പലും കേട്ടോ. അപ്പോഴേക്കും സുധനം എത്തിയിട്ടോ. ആണോ മോളെ, നിനക്ക് വിശേഷമുണ്ടോ? അച്ഛനമ്മമാർ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണോ ഇനി? നീ പറയടി, നിന്റെ മുഖത്തൊരു തളർച്ചയും വരൾച്ചയൊക്കെ ഉണ്ടല്ലോ. അത് കേട്ടോടെ തന്നെ ദേഹമേ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട, മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. എന്ത് ഭ്രാന്താണ് നിനക്ക്? ആ തള്ളയെ കൊണ്ട് ഈ ബുദ്ധിമുട്ടിലായി ഞാൻ ആ സുശീലാന്റിയെ കൊണ്ട്. അങ്ങേരോട് ഞാൻ അപ്പോഴും പറഞ്ഞതാണ്, ആ പെണ്ണും പിള്ള അവരുടെ സ്വഭാവം ശരിക്കും പുറത്തെടുക്കുന്നു. ഇപ്പൊ എൻ്റെ മോളോട് പുറത്തെടുക്കൽ തുടങ്ങിയില്ലേ? അപ്പോഴേക്കും സുധൻ ചോദിക്കണം, നീ ഒന്നും മിണ്ടാതിരുന്നേ, എന്താ പ്രതിഭ എവിടെ ഉണ്ടായത്? അപ്പോൾ തന്നെ പ്രതിഭ കാര്യങ്ങൾ പറയണേ, എൻ്റെ വള ഇന്ന് കാണാതായി, എന്നിട്ട് ഞാൻ അച്ഛനെ സഹായിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും അവർ വല്ലാത്തൊരു ബുദ്ധിമുട്ടിക്കലാണ് എന്നെ. അവർ പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ദേഷ്യം എൻ്റെ മേലാണ് ഇപ്പൊ തേക്കുന്നത്. എത്ര ചിട്ട ഞാൻ സഹിക്കുന്നത്, എത്ര ചിട്ട ക്ഷമിക്കുന്നത്, ഇനി എൻ്റെ പരിധി വിട്ടു പോവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ അച്ഛനെ എൻ്റെ വള വിറ്റു എന്നാണ് പറയുന്നത്. അത് കേൾക്കുന്ന സുധ ഏകദേശം എത്ര സമയത്താണ് ഈ ഒരു വള കാണാതായത് എന്ന് പറയുമ്പോൾ ആ ഒരു സമയം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് ടെൻഷനാവണ്ട, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കി തരാം, ഈ വള എങ്ങോട്ടാ പോയതെന്ന് ഞാൻ അറിയിച്ചു തരാം എന്നും പറഞ്ഞിട്ട് സുധൻ ഇങ്ങനെ പുറത്തോട്ട് പോകണം കേട്ടോ. പിന്നീട് സുധൻ ചിന്തിക്കുന്നത്, മുരുകൻ അപ്പൊ ആ വള കൊടുത്തുണ്ടല്ലോ, ആ വളയുമായി നേരെ പോയിരിക്കുന്ന സുധന്റെ അടുത്തോട്ടുണ്ട്. അങ്കിൾ പ്ലീസ് അങ്കിൾ, എനിക്ക് 25,000 രൂപ, ഈ സമയം സന്ധ്യാസമയമാണ്, ഈ സമയത്തൊന്നും ഒരു കടയും ഉണ്ടാവില്ല. അത് കേട്ടോടെ തന്നെ മുരുകൻ പറയണ, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് താലി എടുക്കാനൊക്കെ വള പണയം വെച്ചോ? അതെ, വള പണയം വെച്ച് താലി എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് സഹായിക്കുക അങ്കിൾ, എനിക്ക് വേറെ ആരും സഹായത്തിനില്ലല്ലോ, പ്ലീസ് അങ്കിൾ എന്നൊക്കെ പറയുമ്പോൾ, ശരി, ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പുലിവാലാവുമോ? പുലിവാലൊന്നും ഉണ്ടാവില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറയുന്നതും ആ 5 മണി സമയത്ത് തന്നെ മുരുകൻ എൻ്റെ അടുത്തോട്ട് വന്നതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തൻ്റെ മകളുടെ വള പൊക്കിയിരിക്കുന്ന സുശീലയാണെന്ന് സുധന് മനസ്സിലായിട്ടോ. അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മ പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ആ പെണ്ണുമ്പിളെ പേടിച്ച് ഇനിയും ഇവിടെ കുത്തിരിക്കാനാണോ ഉദ്ദേശം? നമ്മുടെ മകളുടെ ജീവിതം തകർക്കാനാണ് അവരിപ്പോൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊന്നല്ല, അതൊക്കെ നിന്റെ തോന്നലാണ്. അല്ലല്ല, എനിക്ക് തോന്നുന്നത് ആ അനുപമയുടെ ജീവിതം തകർത്തതുപോലെ തന്നെ പ്രതിഭയെ അവന്റെ ജീവിതത്തിൽ നിന്നും ഇനി ഒഴിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്, അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഈ സമയം നിങ്ങളിങ്ങനെ തോന്നലാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പെണ്ണുമ്പിള്ള എപ്പോഴാ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലടി, ഇന്ദ്രനെ പോലെയല്ല സത്യൻ ഒരിക്കലും നമ്മുടെ മകളുടെ താലിയെ അറുത്തു മാറ്റാൻ സമ്മതിക്കില്ല. അവന് അവൻ്റെതായ ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നീ ഇങ്ങ് വന്ന ഈ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം കണ്ടെത്താൻ അറിയാം. എങ്ങനെ നിങ്ങൾ പ്രശ്നം കണ്ടെത്തും? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുപ്പിക്കും. എങ്ങനെ ചെയ്യാനാണ് എന്ന് ചോദിക്കേണ്ടിട്ടാ. അതെ, സുശീലയുടെ മുന്നിലോട്ട് ഞാൻ പോകും. എന്നിട്ട് ആ പെണ്ണുമ്പിള്ള പറയുന്ന വാക്കുകൾ നിങ്ങൾ തൊള്ളയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടോണ്ട് അല്ലല്ല, അങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു വള എൻ്റെ മകളുടെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാനൊരു വള അങ്ങ് എടുത്തു കൊടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറഞ്ഞ സുശീലൊക്കെ സന്തോഷമാവില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മകളുടെ ജീവിതം തകരാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ എനിക്കെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ സുധൻ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. അങ്ങനെ അങ്ങ് സുശീലയെ അഴിച്ചുവിടാൻ പറ്റില്ലല്ലോ. മണിച്ചിത്രത്താഴ് കൊണ്ട് തന്നെ ഇനി പൂട്ടണം, എങ്കിലാണ് സുശീലയെ ഇനി തളച്ച് ഇടാൻ പറ്റുള്ളൂ എന്നും സുധന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനുപമയാണ് കാണിക്കുന്നത്. മുറ്റത്ത് ഇങ്ങനെ അയലയിൽ വിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വരികയാണ്. ഇന്ദ്രനെ കാണുന്ന അനുപമയുടെ മുഖമാകെ മാറി മറിയാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അനുപമ എന്താണെന്ന് ചോദിക്കാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ്. എന്ത് കാര്യമാണെങ്കിലും ഇവിടെ വെച്ചുമോനില്ല, വെച്ചുമോനെ മാനമ്മ കൊണ്ടുപോയിരിക്കുന്നത്, നിങ്ങൾ വെക്കുള്ളൂ. അത് കേട്ടോടെ തന്നെ അതെല്ലാനും എനിക്കൊരു കാര്യം ചോദിക്കാനാണ്. എന്ത് കാര്യമാണ് വേഗം പറഞ്ഞ് തുലക്കുക എന്ന് പറയാനായിട്ട്. അപ്പോഴേക്കും ഇത് കേട്ട് ചീരുവും ഈ പറയുന്ന ദയ അവിടെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ വിൻഡോയുടെ ഉള്ളിലൂടെ നോക്കണം. അതൊന്നും ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നിന്റെ അനിയത്തി മഞ്ചാടി ജീവരാജിന്റെ കൂടെ ഒളിച്ചോടി എന്ന് പറയുന്നത് സത്യമാണ്. സത്യമാണ്. അത് നിങ്ങൾക്ക് എന്ത് വേണം? എന്നാൽ ആ നെറുകെട്ടവന്റെ കൂടെ പോകുമോ? ഒരു പ്രാവശ്യം അവളെ ചതിക്കാൻ നോക്കിയവനല്ലേ അവൻ, എന്നിട്ട് അവന്റെ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്താ, സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയും നോക്കാൻ കഴിവില്ലാത്ത നിങ്ങളെപ്പോലെ ഒരുത്തൻ എന്തായാലും ഭാര്യയുടെ അനിയത്തിയുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് യാതൊരു തീരുമാനം ഇല്ല എന്നിങ്ങനെ പറയും കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഐഡിയ കൊള്ളാം, കടപിടിച്ച് എടുക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു ഐഡിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ തരം താഴ്ത്തി ഇന്ദ്രനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ ഇന്ദ്രൻ കാണുന്നു ദയയും ഈ പറയുന്ന ചീരുവിനെ കേട്ടോ. രണ്ടുപേരും വിൻഡോയുടെ ഉള്ളിലൂടെ നോക്കുമ്പോൾ അനുപമ അകത്തോട്ട് കയറി പോന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ദ്രൻ തലതാഴ്ത്തി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സങ്കടമാവണം. അങ്ങനെ അനുപമയുടെ മുന്നിലോട്ട് വരികയാണ്. എന്തിനാണ് ചേച്ചി ഇത്ര മോശമായി ഇന്ദ്രട്ടനോട് സംസാരിച്ചത്? അയാളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് അയാൾ ചെയ്തു വെക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് മറ്റുള്ളവരോട് കരുണ ഉണ്ട്, എന്നാൽ എന്നോട് കരുണയില്ല. എന്ത് വെച്ചിട്ടാണ് ഞാൻ അയാളെ എത്ര വെച്ചിട്ടാണ് ഒന്നും പറയാതെ സഹിച്ചു ക്ഷമിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ഇനി എനിക്ക് കഴിയത്തില്ല, അയാളോട് പറയുക തന്നെ വേണം. കാരണം അയാൾ ഇപ്പൊ തിരിച്ചു പിടിക്കാനുള്ള അടവുകളുമായി വന്നതാണ്. അതൊന്നും ഇപ്പോൾ ഇന്ദ്രട്ടൻ പറഞ്ഞില്ലല്ലോ. ഇന്ദ്രട്ടൻ ഇപ്പൊ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു മനോവിഷമം തോന്നിയിട്ടുണ്ടാവും. മഞ്ചാടിയുടെയും അച്ഛൻ്റെയും ഒക്കെ കാര്യം ആലോചിച്ച് വരാനിരിക്കുന്ന എന്താണെന്ന് ഇന്ദ്രട്ടനും അറിയാലോ. അപ്പോൾ അങ്ങേരോട് ഒരു നല്ല രീതിയിൽ സംസാരിക്കായിരുന്നില്ല, അതെനിക്കും തോന്നുന്നുണ്ട്. വളരെ മോശമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചതെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ മനസ്സ് അങ്ങനെ അനുവദിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും അടുത്ത എപ്പിസോഡ് സുധൻ സുശീലയെ പൂട്ടുന്ന ആ കിടുക്കൻ എപ്പിസോഡാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇന്ദ്രൻ പറയുന്നുണ്ട് മഞ്ചാടിയെ കണ്ടെത്താനേ ഞാനും ഗോകുലും കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കോളാം, എന്ത് സഹായം വേണമെങ്കിൽ പറഞ്ഞു, അല്ലാതെ വേറെ ഒന്നിനല്ല ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു സഹായം വേണ്ട, നിങ്ങളുടെ സഹായം കൊണ്ട് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഒരു സഹായം ചെയ്താൽ മതി. നിങ്ങൾ അമ്മ എന്ന ആ ഒരു ജന്മമുണ്ടല്ലോ, അതിനോട് ഇക്കാര്യം അറിയിക്കരുത്. അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന പുലിവാല് അത് വലിയ പ്രശ്നമാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രന് വലിയ സങ്കടമാവണം. അങ്ങനെ അനുപമയിൽ നിന്ന് നല്ല ആട്ട് കേൾക്കുമ്പോൾ ഇപ്പുറത്ത് തൻ്റെ അമ്മ കള്ളിയാണെന്നുള്ള സത്യം, പെരുങ്കള്ളിയാണെന്നുള്ള സത്യം ഇനി പുറത്തു വരുന്ന ആ സീനാണ് കേട്ടോ.